അങ്ങനെ 2.5 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയം സമ്മതിക്കുകയാണ്. സാമുദായിക സംഘർഷത്തിൽ ഒരു സംസ്ഥാനം പൂർണ്ണമായും കത്തിയെരിയുമ്പോഴും അങ്ങോട്ട് പോകാതെ ലോകം ചുറ്റി നടന്ന നരേന്ദ്രമോദി അവസാനം മണിപ്പൂരിലേക്ക് പോകുകയാണ്. അടുത്ത മാസം 2-ാം വാരം മണിപ്പൂർ സന്ദർശിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. 2.5 വർഷം മുൻപ്, അതായത് 2023 മെയ് മാസത്തിൽ ആരംഭിച്ച മണിപ്പൂർ കലാപത്തിനു ശേഷം നരേന്ദ്രമോദി ആ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല. കലാപത്തിന് BJPയുടെ പിന്തുണയുണ്ടെന്ന് വ്യക്തമായതോടെയാണ് അങ്ങോട്ട് പോകാൻ നരേന്ദ്രമോദിക്ക് ഭയമെന്ന് രാജ്യം വിശ്വസിക്കുകയും ഇത് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 2-ാം വാരം മോദി അസമും മിസോറാമും സന്ദർശിക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് മണിപ്പൂരിലും എത്തിയേക്കുമെന്ന സൂചനയാണിപ്പോൾ പുറത്തു വരുന്നത്. അത് തുറന്നു പറയാൻ പോലും ധൈര്യമില്ലാതെ നിൽക്കുകയാണ് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെയും നൽകാതിരിക്കുന്നത്. എന്നാൽ ഇംഫാലിലും ചുരാചന്ദ്പൂരിലും അദ്ദേഹം സന്ദർശനം നടത്തിയേക്കുമെന്ന സൂചനയെ തുടർന്ന് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ കഴിഞ്ഞ 6 മാസമായി രാഷ്ട്രപതി ഭരണമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന BJPയുടെ ബിരേൻ സിംഗ് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചത്. രാഷ്ട്രപതി ഭരണം ആരംഭിച്ച ശേഷം കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ കലാപം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും കുക്കി മെയ്തേയ് അതിർത്തികൾ ഇപ്പോഴും സംഘർഷത്തിൻ്റെ വക്കിൽ തന്നെ നിൽക്കുകയാണ്. ഏതു സമയവും യുദ്ധസമാനമായ സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. അക്രമം പൊട്ടിപ്പുറപ്പെട്ട് വളരെ മൃഗീയമായി പരസ്പരം കൊന്നുതള്ളുമ്പോൾ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രത്തിൻ്റെയും ഇടപെടൽ വേണ്ടിയിരുന്നത് അന്നായിരുന്നു. അന്ന് പച്ചയ്ക്ക് മനുഷ്യനെ ജീവനോടെ തന്നെ കത്തിക്കുകയും ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ കേന്ദ്രം നോക്കി നിന്നു. ഇരുവിഭാഗത്തെയും കണ്ട് ശാന്തരാക്കാൻ അപേക്ഷിച്ചത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ളവർ നൽകിയ സാന്ത്വനമല്ലാതെ BJP പൂർണ്ണമായും മണിപ്പൂരുകാരെ ബുദ്ധിമുട്ടിക്കാനാണ് നോക്കിയത്. അതിൻ്റെ ഫലമാണ് മണിപ്പൂർ കത്തിയമർന്നത്. പക്ഷേ ഇത് മണിപ്പൂരിന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതാണ് ലോകസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കോൺഗ്രസിന് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും വിജയിക്കാനായത്. അങ്ങനെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ തന്നെ നശിപ്പിച്ച BJPക്ക് വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. ഇതുറപ്പായതോടെയാണ് നരേന്ദ്രമോദി സ്വയം കീഴടങ്ങുന്നത്. അതായത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നതല്ല രാഷ്ട്രപതി ഭരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെ നടത്തേണ്ടി വരും. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അവിടെ തൂത്തുവാരും എന്നുറപ്പാണ്. നിലവിലെ MLA മാർ BJPക്ക് 37 പേരുണ്ടെങ്കിലും ആകെയുള്ള 60-ൽ 37 പേരുണ്ടെങ്കിലും എല്ലാവരും വെവ്വേറെ തീരുമാനമെടുക്കുകയാണ്. അവർ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അതോടെ പരാജയം മുന്നിൽ കാണുന്ന നരേന്ദ്രമോദി എല്ലാ മസിൽ പിടുത്തവും ഉപേക്ഷിച്ച് മണിപ്പൂരിലേക്ക് പോകുകയാണ്. മാസങ്ങൾക്കുള്ളിൽ കുറേ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിലാദ്യം ബീഹാറാണ്. രാഹുൽ ഗാന്ധിയുടെ നീക്കം വിജയം കാണുമെന്ന് ഉറപ്പിക്കുമ്പോൾ അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അസം, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് ഏകദേശം ഉറപ്പായ മട്ടാണ്. അതിനൊപ്പം തന്നെ മണിപ്പൂരും നഷ്ടപ്പെട്ടാൽ BJPയും നരേന്ദ്രമോദിയും മാളത്തിൽ ഒളിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഈ കീഴടങ്ങൽ എന്ന് പറയേണ്ടി വരും.